നമസ്കാരം, ആനുകാലികത്തിലേക്ക് സ്വാഗതം. നമസ്കാരം സാർ, ഇപ്പോൾ ഡി മണിയുമായി ചുറ്റിപ്പറ്റി കഴിഞ്ഞ ദിവസം കേരള പോലീസിന്റെ SIT സംഘം നടത്തിയ ആ അന്വേഷണ പ്രഹസനം, അത് ഏറ്റവും ഒടുവിൽ ഡി മണി തന്നെ നിഷേധിക്കുന്നു. SIT പറയുന്നു അത് തന്നെയാണ് മണി. പക്ഷേ ഒരു തരത്തിലും പിടികൊടുക്കാത്ത രീതിയിൽ കാര്യങ്ങൾ പോവുകയാണ്. അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല എന്ന് SITക്ക് എഴുതുന്നൊരു കാഴ്ച. അപ്പോൾ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അന്വേഷണം മറ്റ് തലങ്ങളിലേക്ക് പോവുകയാണോ? ശരിയായ ദിശയിലാണോ ഈ അന്വേഷണം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്? കേരളത്തിൽ നിന്ന് ഈ സ്വർണ്ണക്കൊള്ളയുടെ അന്വേഷണം തമിഴ്നാട്ടിലേക്ക് പായിച്ചിരിക്കുകയാണ്. ഇപ്പോൾ തമിഴ്നാട് ദിണ്ടിഗൽ, ചെന്നൈ കേന്ദ്രീകരിച്ച് അന്വേഷണ സംഘം നീങ്ങുന്നതിൻ്റെ ദൃശ്യങ്ങൾ മലയാളത്തിൻ്റെ ചാനലുകൾ സംപ്രേഷണം ചെയ്യുന്നു. മറുവശത്ത് SIT ടീം വീണ്ടും ഡി മണിയുടെ അടുക്കൽ ഇന്ന് ചെല്ലുന്നു. പക്ഷേ ദിണ്ടിഗലിൽ വലിയ ഒരു സാമ്രാജ്യം മണിക്കുണ്ട് എന്ന വാർത്തകളാണ് ഏറ്റവും ഒടുവിൽ നമ്മൾ കേൾക്കുന്നത്. ദിണ്ടിഗലിലെ മണിയുടെ കോട്ട പൊളിക്കുക അത്ര എളുപ്പമല്ല. അതുകൊണ്ടാണ് SIT ഇന്നലെ വൈകുന്നേരം ചോദ്യം ചെയ്യലിന് ശേഷം മണിയോട് തിരുവനന്തപുരത്ത് 4-ാം തീയതി ചോദ്യം ചെയ്യലിനായി ഹാജരാകണമെന്നാവശ്യപ്പെട്ടൊരു നോട്ടീസ് നൽകിയത്. ഇതിൽ SIT മണിയെ ചോദ്യം ചെയ്യുമ്പോൾ SITക്ക് വലിയ നിശ്ചയമില്ല ഇതുതന്നെയാണോ തങ്ങൾ ഉദ്ദേശിക്കുന്ന മണിയെന്ന്. അതുകൊണ്ട് തന്നെ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ടീം അംഗങ്ങൾ വളരെ ചിരിച്ചു കളിച്ച് മണിക്കൊപ്പം ചെലവിടുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. എന്നാൽ അതിന് തൊട്ടു പിന്നാലെ മണി ഇന്ന് മലയാളത്തിലെ മിക്ക മാധ്യമപ്രവർത്തകരുടെയും മുന്നിൽ കൃത്യമായി തൻ്റെ നിലപാട് വ്യക്തമാക്കുന്നു. താൻ നിരപരാധിയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയെക്കുറിച്ചോ ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയെക്കുറിച്ചോ തനിക്ക് അറിവൊന്നുമില്ല. പക്ഷെ മണി പറയുന്നതിൽ ആകെ ഒരു പൊരുത്തക്കേട്, ചില ദുരൂഹതകൾ. കാരണം അന്വേഷണ സംഘം വിശദീകരിക്കുന്ന കഥ ഇപ്പോൾ നമുക്ക് കുറച്ച് സ്വീകാര്യമായി തോന്നും. ആ കഥ കുറച്ച് വിശ്വസനീയമായി തോന്നും. കാരണം അന്വേഷണ സംഘത്തെ ഡി മണിയിലേക്ക് എത്തിച്ചത് ഒരു പ്രവാസി മലയാളി വ്യവസായിയാണ്. ഇന്നലെ ഈ ഡി മണിയെ ചോദ്യം ചെയ്യുന്ന ദൃശ്യങ്ങൾ അയാൾ ടെലിവിഷനിൽ കണ്ടു. തൊട്ടു പിന്നാലെ അന്വേഷണ സംഘത്തെ വിളിച്ച് അദ്ദേഹം പറഞ്ഞത് ഇതുതന്നെയാണ് താൻ ഉദ്ദേശിച്ച മണി. ഈ മണിയാണ് തൻ്റെ അടുക്കൽ വന്ന് ചില അമൂല്യ വിഗ്രഹങ്ങൾ ശബരിമലയിൽ നിന്നുള്ളവ തങ്ങളുടെ കയ്യിലുണ്ട്, അത് കൊടുക്കൽ വാങ്ങലുകളെക്കുറിച്ച് തന്നോട് സംസാരിച്ചത്. അപ്പോൾ ഏറെക്കുറെ അയാൾ ഉറപ്പിച്ചു ഇതുതന്നെയാണ് ഡി മണി. മറ്റൊന്ന് സുബ്രമണി, സുബ്രമണി എന്നാണ് അന്വേഷണ സംഘം ദിണ്ടിഗലിൽ കണ്ട ആ കഥാപാത്രത്തിൻ്റെ പേര്. അങ്ങനെയാണ് അയാൾ MS മണി എന്നൊരു ചുരുക്കപ്പേരുണ്ടാക്കിയത്. ഇയാൾക്ക് ഡി മണി എന്നൊരു വിളിപ്പേരുണ്ട് എന്ന് ദിണ്ടിഗലിൽ തന്നെയുള്ള ചില ആളുകൾ പറയുന്നു. മുൻപ് ഒരു ഓട്ടോ ഡ്രൈവറായിരുന്നു. അതിനുശേഷം തിയേറ്ററുകളിലെ പോപ്കോൺ കച്ചവടം, പിന്നീട് ഒരു ബ്ലേഡ് ബാങ്ക് തുടങ്ങുന്നു. അടുത്ത കാലത്താണ് ഇയാൾ റിയൽ എസ്റ്റേറ്റിലൊക്കെ കടന്ന് വലിയ പണമുണ്ടാക്കിയത്. പെട്ടെന്ന് ഈ മണിയുടെ കയ്യിൽ എവിടെ നിന്ന് പണം ഉണ്ടാക്കി 6 വർഷം കൊണ്ട് വലിയ കോടീശ്വരനായി എന്നാണ് ഇപ്പോൾ SIT വിശദീകരിക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ ദുരൂഹതയുണ്ട്. ഓരോ തലത്തിൽ നിന്ന് ഓരോ തലത്തിലേക്ക് മണി കിടക്കുമ്പോഴും അയാൾക്കൊപ്പം ഈ വിളിപ്പേരും അയാൾക്കൊപ്പം കിടന്നിരുന്നു. പറയുന്ന പോപ്കോൺ മണി എന്ന പേര്, ഓട്ടോ മണി എന്ന പേര്. പിന്നീട് റിയൽ എസ്റ്റേറ്റിലേക്ക് വന്നപ്പോൾ റിയൽ എസ്റ്റേറ്റ് മണിയായി മാറി. അതെ, അത് ഇനി ജയിൽ മണി എന്ന് മണി വിളിക്കപ്പെടുമെന്ന് സമൂഹ മാധ്യമങ്ങൾ പരിഹസിക്കുന്നു. റിയൽ എസ്റ്റേറ്റിൽ ആയിരുന്നപ്പോൾ തന്നെ ഇയാൾക്കുള്ള പേര് ഡയമണ്ട് മണി എന്നായിരുന്നു. അപ്പോൾ ഡയമണ്ട് വ്യവസായം ഇയാൾ കൊണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. എന്തായാലും ഡയമണ്ട് മണി എന്ന പേര് വരെ ഇയാൾക്ക് വീട് കിട്ടി. പിന്നീട് ഫിനാൻസ് മണിയായി, ബ്ലേഡ് ബാങ്ക് നടത്തിക്കൊണ്ടിരുന്നപ്പോൾ. അപ്പോൾ മണിക്ക് പല വിളിപ്പേരുകളുണ്ട്. ഇതേ മണി ഗൾഫ് നാടുകളിൽ അറിയപ്പെട്ടത് ഡി മണി എന്ന പേരില്ല. അതൊരു പക്ഷേ ഡയമണ്ട് മണിയുടെ ചുരുക്കപ്പേരായിരിക്കുമെന്നാണ് ഡി മണി ഇപ്പോൾ SIT കരുതുന്നത്. അതാണ് ഡി മണി. MS മണി തന്നെയാണ് ഡി മണി എന്ന് അന്വേഷണ സംഘം ഇപ്പോൾ ഉറപ്പിച്ചിരിക്കുന്നു. പക്ഷേ ദിണ്ടിഗലിൽ നിന്ന് ഇയാളെ തൂക്കിക്കൊണ്ടുവരിക അത്ര എളുപ്പമല്ല. ദിണ്ടിഗലിൽ ഇയാൾക്ക് അത്യാവശ്യം പൊളിറ്റിക്കൽ ബന്ധങ്ങളൊക്കെ ഉണ്ട്. പഴയ ജയലളിതയുടെ ഒരു പാർട്ടി പ്രവർത്തകനായിരുന്നു. ജയലളിത സംവിധാനവുമായി ഇയാൾ കൂടുതൽ ചേർന്ന് നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ദിണ്ടിഗലിൽ വെച്ച് ചോദ്യം ചെയ്യുക ഇനി എളുപ്പമല്ല. പകരം അയാളെ തിരുവനന്തപുരത്ത് കിട്ടണം. പക്ഷേ തിരുവനന്തപുരത്ത് കിട്ടുമ്പോഴും ഇയാളിൽ നിന്ന് എത്രമാത്രം സത്യങ്ങൾ പുറത്തേക്ക് വരും? മറ്റൊരു തന്ത്രം കേരള പോലീസ് ആവിഷ്കരിച്ചിരിക്കുന്നത് ഇയാളുടെ ഒരു സഹായിയാണ് ശ്രീകൃഷ്ണൻ, വിരുദനഗറിലുള്ള. ഈ വിരുദനഗറിലുള്ള ശ്രീകൃഷ്ണനെയും ഡി മണിയെയും ഒരുമിച്ചിരുത്തി ഇന്നോ നാളെയോ അവിടെ തന്നെ തമിഴ്നാട് പോലീസിൻ്റെ സഹായത്തോടെ ഒരു ചോദ്യം ചെയ്യൽ കൂടി SIT പ്ലാൻ ചെയ്യുന്നുണ്ട്. ആ ചോദ്യം ചെയ്യലിൽ കുറച്ച് നിഗൂഢതകൾ പുറത്തേക്ക് വരുമെന്നാണ് SIT കരുതുന്നത്. അത് ഒരു വശത്ത് നിൽക്കുന്നു. മറുവശത്ത് പക്ഷേ ഇത് ഡി മണി വലിയ ആത്മവിശ്വാസത്തിൽ താൻ നിരപരാധിയാണെന്ന് മാധ്യമങ്ങൾക്ക് മുൻപിൽ തുടർച്ചയായി പറയുന്നു. ഇത്തരം കഥകൾ നമ്മൾ മുൻപ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഭാഗത്തു നിന്ന് കണ്ടതാണ്. ആദ്യം പോറ്റിക്കെതിരെ ആരോപണങ്ങൾ ഉയർന്നപ്പോൾ പോറ്റി തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് മാധ്യമങ്ങളെയും കേരള പോലീസിനെയും ഒക്കെ വെല്ലുവിളിക്കുന്ന രംഗങ്ങൾ. അതേ പോറ്റി ഇപ്പോൾ റിമാൻഡിലായി മാസങ്ങൾ പിന്നിടുന്നു. അതുകൊണ്ട് ഡി മണിയുടെ ഇത്തരം വീരവാദങ്ങൾ
നിലനിൽക്കുമോ എന്ന് നമുക്ക് പറയുക വയ്യ. പക്ഷെ മറുവശത്ത് ഇതിൻ്റെ ഭീതിതമായ ദൃശ്യങ്ങൾ പുറത്തേക്ക് വരുന്നു. ഒരു വശത്ത് തമിഴ്നാട് ഡി മണിയെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണമെങ്കിൽ കേരളത്തിൽ പ്രത്യേകിച്ച് ഇപ്പോൾ അന്വേഷണമൊന്നും നടക്കുന്നില്ല. പത്മകുമാർ ഇപ്പോഴും റിമാൻഡിൽ കഴിയുന്നു, എൻ വാസു റിമാൻഡിൽ കഴിയുന്നു. പഴയ ബോർഡ് അംഗങ്ങളിലേക്ക് അന്വേഷണം കിടക്കുമെന്ന് കരുതി, പക്ഷേ അത് നിശ്ചലമായി നിൽക്കുന്നു. അവിടെയാണ് അയ്യപ്പൻ്റെ ഒരു ഇടപെടൽ പോലെ ഇന്ന് അപ്രതീക്ഷിതമായി ചില ഫോട്ടോകൾ പുറത്തേക്ക് വരുന്നത്. ആ ഫോട്ടോ വിപ്ലവം തുടങ്ങുന്നത് പിണറായി വിജയനിൽ നിന്നാണ്. പിണറായി വിജയൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒപ്പം നിൽക്കുന്ന ചില ഫോട്ടോകൾ പുറത്തു വരുന്നു. ആ പോറ്റിയുടെ ചെവിക്ക് പിടിച്ച് കുശലം പറയുന്നൊരു ഫോട്ടോ അത് AI നിർമ്മിതമെന്ന് പെട്ടെന്ന് തന്നെ CPM നേതാക്കൾ പ്രതികരിച്ചു. അപ്പോൾ പുറത്തു വരുന്ന ഫോട്ടോയെക്കുറിച്ച് CPM നേതാക്കൾക്ക് തന്നെ വ്യക്തതയുണ്ട് എന്നതിൻ്റെ ഉദാഹരണമാണ് പെട്ടെന്ന് തന്നെ അതിലൊരു ഫോട്ടോ AI ഫോട്ടോ ആണ് എന്ന് മറുപടി നൽകുന്നത്. പക്ഷേ വിചിത്രമായ ചില കാഴ്ചകൾ, ഒരു AI ഫോട്ടോ, അതിന് തൊട്ടപ്പുറത്ത് പിണറായി വിജയൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം ചേർന്ന് നിൽക്കുന്ന മറ്റൊരു ഫോട്ടോ, ഒന്ന് ഒറിജിനലും ഒന്ന് AI നിർമ്മിതവുമാണ്. ഈ AI നിർമ്മിത ഫോട്ടോയുടെ പേരിൽ N സുബ്രഹ്മണ്യൻ എന്ന കോൺഗ്രസ് നേതാവിനെതിരെ പെട്ടെന്നൊരു കേസ് രജിസ്റ്റർ ചെയ്യുന്നു. കഴിഞ്ഞ കുറേ കാലമായി ഈ സുബ്രഹ്മണ്യൻ വലിയ സീനിലേക്കൊന്നും വന്നിട്ടില്ല. സുബ്രഹ്മണ്യനെ സംബന്ധിച്ച് പഴയ കരുണാകരൻ്റെ ഒരു ആശ്രിതനാണ്. കരുണാകരൻ്റെ കാലത്ത് അന്ന് ഒരു മേഖല മുഴുവൻ സുബ്രഹ്മണ്യൻ്റെ നിയന്ത്രണത്തിലായിരുന്നു. കരുണാകരൻ്റെ കാലത്ത് ഇങ്ങനെ പല ആശ്രിതന്മാരുണ്ട്. അപ്പോൾ കോഴിക്കോട് മേഖല സുബ്രഹ്മണ്യനാണ് കൊടുത്തത്. അതുപോലെ തന്നെ തിരുവിതാംകൂർ മേഖല, അങ്ങനെ തിരുവനന്തപുരം, അങ്ങനെ ഓരോ കഥാപാത്രങ്ങൾക്ക് ഓരോ മേഖല തിരിച്ചു കൊടുത്ത് ആ പ്രദേശങ്ങളുടെ ഒരു പൂർണ്ണ സ്വാധീനം ഇത്തരം അനുയായികൾക്കാണ്. അന്ന് തിരുവനന്തപുരത്ത് സുബ്രഹ്മണ്യൻ വരിക എന്നൊക്കെ പറയുന്നത് വലിയ ആഘോഷമാണ്. കാരണം കരുണാകരൻ്റെ അടുത്ത് കാര്യം സാധിക്കാൻ ഒരുപാട് ഗൾഫ് വ്യവസായികൾ, കേരളത്തിലുള്ള വമ്പന്മാർ, അവരെയൊക്കെ കൂട്ടിയാണ് സുബ്രഹ്മണ്യൻ്റെ വരവ്. നഗരത്തിലൊരു മുന്തിയ ഹോട്ടലിൽ താമസിക്കും. അന്ന് ഞാൻ തിരുവനന്തപുരത്ത് അന്ന് സുബ്രഹ്മണ്യനെ പരിചയപ്പെടുമ്പോൾ ആളുകളൊക്കെ പറയുന്നൊരു കഥയുണ്ട്. ഇയാൾ ഈ തലമുടി പൊഴിയാതിരിക്കാൻ മിനറൽ വാട്ടർ ബോട്ടിൽ ബക്കറ്റിലേക്ക് പൊട്ടിച്ചൊഴിച്ച് ആ വെള്ളം ഉപയോഗിച്ചാണ് കുളിക്കുന്നത്. കാരണം അത്രമാത്രം സമൃദ്ധിയിലും ആഡംബരപ്രിയനുമൊക്കെയായി കോൺഗ്രസിലെ ഒരു സർവാധികാരിയായി നിൽക്കുകയായിരുന്നു. അതിൻ്റെ ഒരു ബാലൻസ് ഷീറ്റ് ഇപ്പോഴും സുബ്രഹ്മണ്യൻ്റെ കയ്യിലുണ്ട്. ചില ഗൾഫ് വ്യവസായികളുമായി വലിയ ബന്ധമൊക്കെ ഇപ്പോഴും തുടരുന്നുണ്ട്. പക്ഷേ വിശ്വസിക്കുന്നവർക്കൊപ്പം നിൽക്കുന്ന ഒരു ശീലം സുബ്രഹ്മണ്യൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതല്ലാതെ രാഷ്ട്രീയത്തിൽ വലിയ തലത്തിലൊന്നും സുബ്രഹ്മണ്യൻ വളർന്നില്ല. പിന്നീട് കെ മുരളീധരനുമായി പോലും ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി. പഴയ ഐ ഗ്രൂപ്പാണ്, പിന്നീട് അവരുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി. പിന്നീട് രാഷ്ട്രീയത്തിലൊന്നും വലിയ രാശിയില്ലാതെ നിൽക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായി ഇന്ന് രാവിലെ മുതൽ N സുബ്രഹ്മണ്യൻ്റെ പേരിങ്ങനെ ചാനലുകളിലും മാധ്യമങ്ങളിലുമൊക്കെ നിറഞ്ഞു നിൽക്കുന്നത്. സുബ്രഹ്മണ്യൻ അതങ്ങ് ആഘോഷിക്കുകയാണ്. അതെ, ഈ AI നിർമ്മിത ഫോട്ടോ പങ്കുവെച്ചു എന്ന പേരിൽ പെട്ടെന്ന് ഇയാൾക്കെതിരെ ഒരു കേസ് രജിസ്റ്റർ ചെയ്യുന്നു. അതിൻ്റെ തമാശ സമൂഹത്തിൽ കലാപാഹ്വാനം നടത്തി എന്നതാണ് വകുപ്പ് ഉണ്ടാകുന്നു. അതെ, വകുപ്പ് ചുമത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഒരു ഫോട്ടോ ഇട്ടതിൻ്റെ പേരിലാണ്. രാവിലെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാൻ നോട്ടീസ് കൊടുക്കുന്നു, പക്ഷേ ഹാജരായില്ല. തൊട്ട് പിന്നാലെ രാവിലെ ഒരു 8 മണിയോടെ ഇയാളുടെ വീട് വളഞ്ഞ് പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നു. നേരെ ചേവായൂർ പോലീസ് സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. അപ്പോഴേക്കും സംഭവം പിടിവിട്ടു. കേരളത്തിലെ സമൂഹ മാധ്യമങ്ങൾ നിറയെ മുഖ്യമന്ത്രി ഉണ്ണികൃഷ്ണൻ പോറ്റിയും നിൽക്കുന്ന ആ ഫോട്ടോകൾ വൈറലാകുന്നു. ഇതിൻ്റെ പിന്നിലെ കഥകൾ ചർച്ച ചെയ്യപ്പെടുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും മുഖ്യമന്ത്രിക്കും ഇടയിലുള്ള ബന്ധത്തെക്കുറിച്ച് ആളുകൾ ചോദിക്കുന്നു. വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന മട്ടിൽ ഇതങ്ങ് കൈവിട്ടു പോയി, കത്തിക്കയറി. ഈ ഫോട്ടോയ്ക്ക് തീ പിടിക്കുന്ന കാഴ്ചയാണ് പിന്നീട് കേരളം കണ്ടത്. സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഫോട്ടോ. പോലീസ് കസ്റ്റഡിയിലെടുക്കാൻ വരുന്നതിന് തൊട്ട് മുൻപ് ഈ സുബ്രഹ്മണ്യൻ അതിശക്തമായ നിലയിൽ പ്രതികരിക്കുന്നു. താൻ പുറത്തുവിട്ടത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ പുറത്തുവിട്ട ഒരു വീഡിയോയിലെ ഒരു ഭാഗമാണെന്ന് സുബ്രഹ്മണ്യൻ ഉറപ്പിച്ച് പറയുന്നത്. പക്ഷേ സുബ്രഹ്മണ്യൻ 2 ഫോട്ടോ പുറത്തുവിട്ടു. അതിലൊന്ന് ഇതിനകം തന്നെ ഡിലീറ്റ് ചെയ്തിരുന്നു. ഒന്ന് ഒറിജിനലും ഒന്ന് AI നിർമ്മിതമാണ്. പക്ഷേ അത് തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. മുഖം കുറച്ചുകൂടി അടുപ്പിച്ച് വെച്ചിരിക്കുന്നതെന്ന് മാത്രമേ, ചെവിയിലേക്ക് പിടിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും സുബ്രഹ്മണ്യൻ്റെ അറസ്റ്റ് വലിയ വിവാദം ഇന്ന് കൊളുത്തിവിട്ടു. ഈ മുഖ്യമന്ത്രി ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം നിൽക്കുന്ന ഈ ഫോട്ടോ CPM വൃത്തങ്ങളിൽ വലിയ അമ്പരപ്പുണ്ടാക്കി. തൊട്ടു പിന്നാലെ സോണിയാഗാന്ധിക്കൊപ്പം നിൽക്കുന്ന ഒരു ഫോട്ടോ കൂടുതൽ പ്രചരിപ്പിച്ചുകൊണ്ട് LDF തിരിച്ചടിച്ചു. അപ്പോൾ ഇതാ ഷിബു ബേബി ജോൺ, നമ്മുടെ കടകംപള്ളി സുരേന്ദ്രനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും നിൽക്കുന്ന ഒരു ഫോട്ടോ പുറത്തുവിട്ടുകൊണ്ട് വെല്ലുവിളിച്ച് ഇതിൽ ദുരൂഹതയില്ലേ എന്ന് ചോദിച്ചു. ഇതോടെ കടകംപള്ളിയും പിണറായി വിജയനും ടോട്ടൽ സീനിലേക്ക് ഇങ്ങ് വരികയാണ്. ഇതെല്ലാം പ്രധാനപ്പെട്ട ഒരു ചോദ്യം കൂടി അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അതായത് സോണിയാഗാന്ധിയുമായി നിൽക്കുന്നു എന്നതുകൊണ്ട് സോണിയാഗാന്ധിക്ക് ശബരിമലയിൽ ആരെയും കയറ്റാൻ കഴിയില്ല. ആന്റോ ആന്റണി കൊണ്ടുപോയി വെട്ടിലാക്കിയത് സോണിയ. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം നിൽക്കുന്നുണ്ട്. പക്ഷേ ആ കാലഘട്ടത്തിലല്ല ഈ പറയുന്ന സ്വർണ്ണക്കൊള്ള നടന്നിട്ടുള്ളത്. പക്ഷേ കടകംപള്ളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആ സമയത്താണ് ഈ സ്വർണ്ണക്കൊള്ളയുടെ എല്ലാവിധ തന്ത്രങ്ങൾ മെനഞ്ഞത്. 2019
കൂടുതൽ ഈ കൊള്ള നടത്തിയത്. അപ്പോൾ കടകംപള്ളിയുമായി ഇത്ര അടുത്തിരിക്കുന്നു, അടുത്തൊരു പോലീസ് ഉന്നതനിരിക്കുന്നു, ഒരു എയർപോർട്ടിലാണെന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇത്രയധികം അടുപ്പമുള്ള കടകംപള്ളിക്ക് ഇതിൽ നേരിട്ട് ഇടപെടാൻ കഴിയില്ല എന്നുള്ളൊരു ചോദ്യം കൂടി സമൂഹ മാധ്യമങ്ങൾ പലരും ചോദിക്കുന്നുണ്ട്. അപ്പോൾ കടകംപള്ളിയും ഇപ്പോൾ ശരിക്കും മുഖ്യമന്ത്രി മൂലം പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കടന്നിരിക്കുകയല്ലേ? അല്ല, മുഖ്യമന്ത്രി മൂലം കടകംപള്ളിയല്ല പെട്ടിരിക്കുന്നത്. അന്നത്തെ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ, അക്കാലഘട്ടത്തിലെ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. ഈ രണ്ടുപേരും ഈ ശബരിമല കൊള്ളക്കേസിലെ മുഖ്യപ്രതിയുമായി ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇതത്ര നിസ്സാരമല്ല. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കൊപ്പം ഒരു ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്ത ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സംബന്ധിച്ച് പത്മകുമാർക്ക് ചീള് കേസാണ്. അതുപോലെ തന്നെ ദേവസ്വം മന്ത്രിയുമായി ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു ഫോട്ടോയ്ക്കൊപ്പം നിൽക്കുന്നു, കുശലം പറയുന്ന ഒരു ഫോട്ടോയാണ്. അങ്ങനെയെങ്കിൽ അത് ദേവസ്വം മന്ത്രിയായി വലിയ അടുത്ത ബന്ധമുണ്ട്. ഇവിടെയാണ് പത്മകുമാർ പറഞ്ഞ മൊഴിക്ക് കൂടുതൽ ഒരു വസ്തുതാപരമായ സ്വീകാര്യത ലഭിക്കുന്നത്. അയാൾ പറയുന്നത് സത്യമാണ്. ഈ തന്ത്രിക്കും മന്ത്രിക്കും അറിയാം എന്ന് പറഞ്ഞതിൻ്റെ മറ്റൊരു ഭാഗമാണ് ഈ ഫോട്ടോ. ഇതൊക്കെ ശബ്ദിക്കുന്ന തെളിവുകളാണ്. ഈ ഫോട്ടോകൾ എത്ര കാലം ഇങ്ങനെ മൂടി വയ്ക്കാൻ പറ്റും? ഈ ഫോട്ടോ എത്ര കത്തിച്ച് കളഞ്ഞാലും, ഇത് പങ്കുവയ്ക്കുന്ന ആളുകളെ എത്ര ജയിലിലടച്ചാലും ഈ ഫോട്ടോ അത് സത്യം പറഞ്ഞുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് ഇന്ന് കെ സി വേണുഗോപാലൊക്കെ അതിശക്തമായി പ്രതികരിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിയെ ഒരു ഏകാധിപതി എന്ന് വിളിച്ചുകൊണ്ട് സതീശൻ രൂക്ഷമായി ആക്രമിച്ചിരിക്കുന്നു. രമേശ് ചെന്നിത്തലയുടെ ഇന്നത്തെ പ്രതികരണം അതിശക്തമാണ്. എൻ സുബ്രഹ്മണ്യൻ എന്നൊരു കോൺഗ്രസ് നേതാവിൻ്റെ പേരിലാണെങ്കിലും ഇന്ന് പ്രതിപക്ഷം മുഖ്യമന്ത്രിയെ വളരെ വ്യക്തമായി ടാർഗറ്റ് ചെയ്തു തുടങ്ങി. ഇത് ഈ കേസിലെ ഒരു വലിയ ട്വിസ്റ്റാണ്. ഇനി കൂടുതൽ വസ്തുതകൾ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട്, കടകംപള്ളിയുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് വരും എന്ന് തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിൽ കുറിപ്പുകൾ വരുന്നത്. മറുവശത്ത് കോൺഗ്രസ്, പ്രത്യേകിച്ച് പ്രതിപക്ഷം, നേരിട്ട് പിണറായി വിജയനെ, കടകംപള്ളിയെ ആക്രമിച്ചു തുടങ്ങി. അതാണ് ഇന്നത്തെ ഒരു രാഷ്ട്രീയ ഡെവലപ്മെൻറ്റ്. മറുവശത്ത് അധിക ദിവസം ഇനി SIT ടീമിന് തമിഴ്നാട്ടിൽ നിന്ന് ഈ കേസിനെ മറ്റൊരു തലത്തിലേക്ക് മനസ്സ് തിരിച്ചു വിടാൻ പറ്റത്തില്ല മലയാളികളുടെ. അവർക്ക് തിരിച്ചു വരേണ്ടിയിരിക്കുന്നു. ആ തിരിച്ചു വരുന്നൊരു ഭാഗം അത് ഈ ശബ്ദിക്കുന്ന ഫോട്ടോകൾ ഇവിടെ നിൽക്കുകയാണ്, പിണറായി വിജയൻ്റെയും കടകംപള്ളിയുടെ. അതുകൊണ്ട് തന്നെ കടകംപള്ളിയെ ചോദ്യം ചെയ്യേണ്ട ഒരു അനിവാര്യതയിൽ എത്തി നിൽക്കുന്നു. അതാണ് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ സംഭവ വികാസങ്ങൾ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ഈ അന്വേഷണ സംഘത്തിന് കടകംപള്ളിയിലേക്ക് എത്തിച്ചേരാനായി കഴിയുമോ? പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസം VD സതീശൻ അടക്കം പറഞ്ഞിട്ടുണ്ട് SITക്ക് മേൽ ഒരു ഉന്നത IPS ഉദ്യോഗസ്ഥരുടെ സമ്മർദ്ദം ചെലുത്തുന്നു എന്നുള്ള കാര്യം. അത് ഉദ്യോഗസ്ഥരാരെന്ന് നമുക്ക് സോഷ്യൽ മീഡിയ പലരും ഊഹിച്ച് പല കാര്യങ്ങളും, പല പേരുകളും ഒക്കെ തന്നെ പറയുന്നുണ്ട്. എന്നിരുന്നാലും അദ്ദേഹം ഇതുവരെ പേര് വെളിപ്പെടുത്താത്ത സാഹചര്യത്തിൽ എന്തായിരുന്നാലും ഒരു സമ്മർദ്ദം SITക്ക് മേൽ ഇപ്പോഴുണ്ട്. അങ്ങനെ ഒരു സമ്മർദ്ദത്തിലൂടെ കടന്നു പോകുന്ന സാഹചര്യത്തിൽ H. വെങ്കടേഷ് IPSനടക്കം വലിയ തോതിൽ പ്രതിരോധം തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന ഘട്ടത്തിൽ എങ്ങനെയാണ് ഈ ഉന്നതരിലേക്ക് എത്തുന്നത്? അല്ല, അതിൽ വ്യക്തതയുണ്ട്. കാരണം 2 ദേവസ്വം ബോർഡ് അംഗങ്ങൾ ഇപ്പോൾ മുങ്ങിയിരിക്കുകയാണ്, ശങ്കർദാസും വിജയകുമാർ. അവരെ ചോദ്യം ചെയ്താൽ അവർ പറയുന്ന മൊഴി അതാവും ഈ സർക്കാർ ഭയപ്പെടുന്നത്. അവർ കൊടുക്കുന്ന മൊഴി സർക്കാരിൻ്റെ നിർദ്ദേശമനുസരിച്ചാണ് തങ്ങൾ ഒരു തീരുമാനമെടുത്തത്. അങ്ങനെയെങ്കിൽ സർക്കാരിൻ്റെ ഭാഗമായി ആരാണ് തീരുമാനമെടുക്കുന്നത്? ഇതേ മന്ത്രി, ദേവസ്വം മന്ത്രി നൽകിയ ഒരു നിർദ്ദേശം തങ്ങൾ പാലിക്കുകയായിരുന്നു എന്ന മൊഴി ഇവർ കൂടി സ്ഥിരീകരിച്ചാൽ എല്ലാം കൈവിട്ടു പോകും. കാരണം അതിൽ കടകംപള്ളി സുരേന്ദ്രനിലേക്ക് കാര്യങ്ങൾ തിരിയും. എത്ര ഡീമണിമാർ ഉയർന്നു വന്നാലും, എത്ര കഥകൾ, ഉപകഥകൾ പൊട്ടിമുളച്ചാലും ഒടുവിൽ സത്യമായി നിലനിൽക്കും. അതുകൊണ്ട് തന്നെ അന്വേഷണം തിരികെ ഇത്തരം കഥാപാത്രങ്ങളിലേക്ക് മടങ്ങിയെത്താൻ അധികകാലം വേണ്ടി വരില്ല. അതുകൊണ്ടാണ് ഇത്തരം ഫോട്ടോകൾ ഒക്കെ അയ്യപ്പൻ്റെ ഇടപെടലുകളായി നമുക്ക് തോന്നുന്നത്. പോറ്റിയെ കയറ്റിയവൻ ആരപ്പ എന്ന് ചോദിച്ച ആ പാട്ടിനെപ്പോൾ ഉത്തരവുമായി. പോറ്റിയെ കയറ്റിയത് ഞാനപ്പ. കാരണം ഫോട്ടോയിലേക്ക് വിളിച്ച് കയറ്റിയതൊരു മുഖ്യമന്ത്രിയും ദേവസ്വം മന്ത്രിയും ഒക്കെയാണ്. അവർ അനുവദിക്കാതെ ഇത്തരം ഫോട്ടോകൾ ഒരിക്കലും സൃഷ്ടിക്കപ്പെട്ടതല്ല. പിന്നെ നിർമ്മിതമെന്നൊക്കെ പറഞ്ഞ് എത്ര അറസ്റ്റ് ചെയ്താലും, എത്ര ആളുകളുടെ വാ മൂടിക്കെട്ടാൻ നോക്കിയാലും അതൊന്നും സ്ഥായിയല്ല. കാരണം ഇതിൻ്റെ സത്യം എപ്പോഴും മുഴുകിക്കൊണ്ടിരിക്കും. ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ ഒരു പ്രത്യേകതയാണത്. ഇപ്പോൾ നിലവിൽ ഈ പ്രധാനപ്പെട്ട ഒരു കാര്യം, അതായത് കടകംപള്ളിയുമായി അടുത്ത സൗഹൃദമുണ്ടെന്ന് തെളിയിക്കുന്ന, സ്ഥാപിക്കുന്ന ഫോട്ടോകളാണ് പുറത്തു വന്നിരിക്കുന്നത്. മുഖ്യമന്ത്രിയുമായി എങ്ങനെയാണ് ഈ പോറ്റിക്ക് ഇത്രയധികം ഒരു ഇടപെടൽ ഉണ്ടാകാൻ സാധിക്കുന്നത്? പ്രത്യേകിച്ച് ഈ ശബരിമലയുടെ ഗൂർഖ ജീപ്പുകൾ, ആംബുലൻസ് വിതരണം ചെയ്യുന്ന സാഹചര്യത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഭീമയുടെ സ്പോൺസർഷിപ്പ് ആണെന്ന് അതിൽ നിന്ന് മനസ്സിലാക്കാനായി സാധിക്കുന്നു. അതിലൊരു ഇടനിലക്കാരനായി മുഖ്യമന്ത്രിയുടെ ഓഫീസിലടക്കം ഇത്രയും സ്വാധീനം പോറ്റിക്ക് ലഭിച്ചെങ്കിൽ ആരായിരിക്കും ശരിക്കും പോറ്റി? പക്ഷേ പോറ്റി അത്ര നിസ്സാരക്കാരനല്ല. പോറ്റി ദേവസ്വം ബോർഡിനെ തന്നെ ഉള്ളം കയ്യിലിട്ട് അമ്മാനമാടിയ വ്യക്തിയാണ്. ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ് അയാളുടെ ഏറ്റവും അടുത്ത സുഹൃത്ത്. ഈ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A. പത്മകുമാറിനൊപ്പം നിരവധി വിദേശയാത്രകൾ നടത്തിയെന്നൊക്കെ നമ്മൾ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞിരുന്നു. കടകംപള്ളി സുരേന്ദ്രനുമായി ബന്ധപ്പെട്ട് ഇയാളുടെ കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ ഇനി കടകംപള്ളിയെ ചോദ്യം ചെയ്യുന്നൊരു ഘട്ടത്തിലെത്തണം. അപ്പോൾ മാത്രമേ മറ്റ് പ്രതികൾ പലതും തുറന്നു പറയൂ.
പക്ഷെ മുഖ്യമന്ത്രിയിൽ എത്തി നിൽക്കുന്ന ഈ അവസരത്തിൽ മുഖ്യമന്ത്രി ഇനിയിപ്പോൾ ഒരു ഫോട്ടോയുടെ ഒരു ഫ്രെയിമിൽ മാത്രമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി വന്നത്, അതോ ഈ കൊടുംകൊള്ളയെക്കുറിച്ച് മറ്റെന്തെങ്കിലും ധാരണ മുഖ്യമന്ത്രിക്കുണ്ടായിരുന്നു? ഡി മണിയെപ്പോലെ ഒരു അന്താരാഷ്ട്ര നെറ്റ്വർക്കുള്ള വലിയൊരു കണ്ണിയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ വീണ്ടും ദുരൂഹത. അതിലപ്പുറം 2020 ശബരിമലയിൽ നിന്ന് 4 പഞ്ചലോഹ വിഗ്രഹങ്ങൾ കൊള്ളയടിക്കപ്പെട്ടിട്ടുണ്ട് എന്ന ഒരു മൊഴി നമുക്ക് മുന്നിലെത്തിയിട്ട് ഒരാഴ്ച പിന്നിടുന്നു. എന്നിട്ടും ആ 4 പഞ്ചലോഹ വിഗ്രഹങ്ങൾ അവിടുന്ന് കാണാതായോ എന്ന് പോലും അന്വേഷണ സംഘം കൃത്യമായി കേരളത്തോട് പറയുന്നില്ല. അടിമുടി ദുരൂഹത നിലനിൽക്കുന്ന ഒരു കേസായി മാറിയിരിക്കുകയാണ് ശബരിമല സ്വർണ്ണക്കൊള്ള കേസ്. ഇനി അടുത്ത മാസമാകട്ടെ മണ്ഡലകാലം അവസാനിക്കാനിരിക്കുകയാണ്. മണ്ഡലകാലത്തിന് മുന്നേ ഉയർന്ന വിവാദമാണിതെന്നുള്ളത് കൂടി, അന്വേഷണമാണെന്നുള്ളത് കൂടി ഓർക്കേണ്ടതാണ്. ഒരു മണ്ഡലകാലം പിന്നിടുന്നു, എന്നിട്ട് ഇതുവരെയും കാണാതായത് ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എന്തൊക്കെയാണ് കാണാതായതെന്ന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ലിസ്റ്റ് പോലും തയ്യാറാക്കാൻ കഴിഞ്ഞിട്ടില്ല. കേവലം ചെറിയ തെളിവ് പോലും SITക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഈ SIT അന്വേഷണം ഇനി മുന്നോട്ട് പോയിട്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്ന ചോദ്യം പലരും ചോദിക്കുന്നുണ്ട്. ഒന്നും കണ്ടെത്താൻ കഴിയാതെ ഒരു അന്വേഷണം, കുറച്ചുപേരെ അറസ്റ്റ് ചെയ്തു, വഴിമുട്ടി നിൽക്കുന്ന ഒരു സാഹചര്യം, ഹൈക്കോടതിയുടെ താക്കീത് വന്നു, നേരെ തമിഴ്നാട്ടിലെത്തുന്നു, മറ്റ് നടപടികളിലേക്ക് പോകുന്നു, ബെല്ലാരിയിലേക്ക് പോകുന്നു, ഗോവർദ്ധനെ പിടിക്കുന്നു. ഇത്തരത്തിലുള്ള നടപടി മാത്രമാണ് നടക്കുന്നത്. യഥാർത്ഥ പ്രതികളിലേക്ക് എത്താൻ SITക്ക് കഴിയാതെ പോകുന്നു എന്നുള്ള ഒരു പരാമർശം കൂടി കേൾക്കുന്നുണ്ട്. യഥാർത്ഥ പ്രതികൾ എന്തുകൊണ്ട് എത്തുന്നില്ല എന്നതിൻ്റെ ശബ്ദിക്കുന്ന തെളിവുകളാണ് ആ ഫോട്ടോകൾ. അതെത്ര എളുപ്പമല്ല. ഒരു ഫോട്ടോ സമൂഹ മാധ്യമത്തിൽ പങ്കുവെച്ച ആളെ പോലും ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് അകത്തിടുന്നു. എന്നിട്ടും കൊള്ളക്കാരെ പിടിക്കുന്നില്ല. ഡി മണി ഇതിൻ്റെ ഒരു മുഖ്യ ആസൂത്രകനാണ് എന്ന് SIT പറയുമ്പോൾ മുഖ്യ ആസൂത്രകനായ മണിയെ പിടിക്കാൻ കഴിയുന്നില്ല. പകരം ഒരു സുബ്രഹ്മണ്യനെ പിടിച്ചകത്തിടാൻ ഉള്ള ശ്രമം നടത്തുന്നു. അപ്പോൾ വിചിത്രമായ കാഴ്ചകളാണ് നമ്മൾ കേരളത്തിൽ കാണുന്നത്. യഥാർത്ഥ കൊള്ളക്കാർ ഭയന്ന് വിറച്ച് പല സ്ഥലങ്ങളിലായി ഒളിച്ചിരിക്കുന്നു. നമുക്കറിയാം ശങ്കർദാസും വിജയകുമാർ ഒന്നും ഇതുവരെ ചോദ്യം ചെയ്യലിന് പോലും ചെന്നിട്ടില്ല. മറുവശത്ത് ഇത്തരം സുബ്രഹ്മണ്യന്മാരെ എത്ര അകത്തിടാൻ ശ്രമിച്ചാലും അതൊക്കെ വീണ്ടും വീണ്ടും വലിയ ആരവത്തോടെ സത്യങ്ങൾ പറയുന്ന ഒരുപാട് ആളുകൾ ഇവിടെ ഉയർന്നു വരും. അപ്പോൾ എന്തായിരുന്നാലും ഇനി CBI വരും, എപ്പോഴും പറയുന്നത് പോലെ അതെ, അതിലേക്ക് തന്നെ CBI വരും എന്നുള്ളൊരു പ്രതീക്ഷ നമുക്ക് കാത്തിരിക്കാം. നന്ദി, നമസ്കാരം.